ഈ സിൽവർ ലൈനും കേരളയിലും കേന്ദ്ര സർക്കാരിൻ്റെ റെയിൽവേയുമായിട്ടുള്ള ചർച്ച ഇന്ന് വെച്ചിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇന്നിങ്ങനെ ഒരു പ്രതിഷേധം ഷോർട്ട് നോട്ടീസിൽ നടത്താൻ ഞങ്ങൾ നിർബന്ധിതരായിരിക്കുന്നത്. എന്ത് ചർച്ച നടത്തിയാലും ഏത് അനുമതിയുമായിട്ട് വന്നാലും സിൽവർ ലൈൻ കേരളത്തിൽ നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു പദ്ധതിയല്ല എന്ന് വളരെ വ്യക്തമായി ഞങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുള്ളതാണ്. കാരണം ഇത് സാമ്പത്തികമായി, സാമൂഹ്യമായി, പാരിസ്ഥിതികമായി കേരളത്തിന് നിരക്കുന്നൊരു പദ്ധതിയല്ല. ഞങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരുന്ന അതേ നിലപാട് തന്നെയാണ് ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ പല അഭിപ്രായങ്ങളിലൂടെ വന്നിരിക്കുന്നത്. കാരണം ഇതിൻ്റെ DPR എന്ന് പറയുന്നത് പൂർണ്ണമല്ല. ഒരു പഠനങ്ങളും നടത്താതെയാണ് DPR തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ അലൈൻമെൻറ്റിൽ 198 കിലോമീറ്റർ, 530-ൽ 198 കിലോമീറ്റർ ദൂരം ഇന്ത്യൻ റെയിൽവേയുടെ സ്ഥലം അലൈൻമെൻറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അത് റെയിൽവേയുടെ അനുമതിയില്ലാതാണ്. അതെങ്ങനെയാണ് സാധ്യമാകുന്നത്? കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിലിരിക്കുന്ന സ്ഥലം എങ്ങനെയാണ് കേരള സർക്കാർ അതിൻ്റെ അലൈൻമെൻറ്റിൽ പെടുത്തുന്നത്? രണ്ടു കൂട്ടരുടെയും യോജിച്ച ഒരു പദ്ധതിയാണെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനൊരു അഭിപ്രായ വ്യത്യാസം എന്തുകൊണ്ട് റെയിൽവേ ഉന്നയിക്കുന്നു? അവരോട് ആലോചിക്കാതെ 198 കിലോമീറ്റർ ദൂരം അലൈൻമെൻ്റ് ഇല്ലാത്തൊരു പദ്ധതിയായി ഇന്നിപ്പോൾ ഇത് മാറിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ DPR തള്ളിക്കളയണം എന്ന സമരസമിതി ശക്തമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ പദ്ധതിക്ക് വേണ്ടി എല്ലാ തരത്തിലുമുള്ള ഗൂഢാലോചനകളും ഇവിടെ നടത്താൻ തുടങ്ങിയിട്ട് കഴിഞ്ഞ 4-5 വർഷമായി. ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായ അഭിപ്രായങ്ങൾ, നിലപാടുകൾ ഞങ്ങൾ കാലാകാലങ്ങളിൽ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. ശക്തമായ ജനകീയ സമ്മർദ്ദം ഉയർത്തിയിട്ടുള്ളതാണ്. മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ പോലും കല്ലിടാൻ കഴിയാതെ വന്നൊരു സാഹചര്യം നമ്മൾ കണ്ടതാണ്. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിലുമെല്ലാം ശക്തമായ പ്രതികരണം നമ്മൾ നടത്തിയത് കണ്ടതാണ്. വീണ്ടും ഈ പദ്ധതിയായിട്ട് മുന്നോട്ട് വരുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ സാമ്പത്തിക താൽപ്പര്യം മാത്രമാണ്. ജപ്പാനിൽ നിന്ന് ലോൺ എടുക്കാൻ വേണ്ടി മാത്രമാണ് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ ഇത്ര വെപ്രാളപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കേന്ദ്ര ഗവൺമെൻറ് ഏതെങ്കിലും തരത്തിൽ ഇതിനോട് വഴങ്ങിയാൽ ശക്തമായ ചെറുത്തുനിൽപ്പുണ്ടാകും, തിരിച്ചടി ഉണ്ടാകും. ഇവിടെ ആയിരക്കണക്കിന്, 10,000-കണക്കിന് ആളുകൾ ഇന്ന് വളരെ ആശങ്കയോടുകൂടി കഴിയുകയാണ്. സ്വന്തം കിടപ്പാടം നഷ്ടപ്പെടുമോ എന്നുള്ള ആശങ്കയിൽ കഴിയുകയാണ്. ഇതുവരെ കുടിയൊഴിപ്പിച്ചിട്ടുള്ള ആളുകളെ ഒന്നും വല്ലാർപാടം ഉൾപ്പെടെ നിങ്ങൾക്കറിയാം, 316 കുടുംബങ്ങളെ 10,000 കോടി രൂപയുടെ ഒരു വികസന പദ്ധതി എന്ന് പറഞ്ഞുകൊണ്ട് കുടിയൊഴിപ്പിച്ചിട്ട് അതിൽ 40% പോലും ആളുകളെ പുനരധിവസിപ്പിക്കാൻ കഴിയാത്ത ആളുകൾ. ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ പഠനമനുസരിച്ച് 55,000-ഓളം കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കേണ്ടി വരുന്ന ഈ പദ്ധതിയിൽ എന്ത് പുനരധിവാസമാണ് ഇവർക്ക് നടത്താൻ കഴിയുക? എല്ലാ സംഗതികളും അവതാളത്തിലായിക്കൊണ്ടിരിക്കുന്നു. ജനക്ഷേമ പ്രവർത്തനങ്ങളെല്ലാം മുടങ്ങിക്കിടക്കുന്നു. സർക്കാർ ആശുപത്രികളിൽ പോലും ലക്ഷങ്ങളുണ്ടെങ്കിലേ ചികിത്സ കിട്ടുമെന്നൊരു സാഹചര്യത്തിൽ എന്തിനാണ് ഇത്രയും വലിയൊരു തുക കടമെടുത്ത് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് എന്ന് ഇന്ന് കേരള സമൂഹം ചോദിക്കുന്നുണ്ട്. കേരളയിൽ വിരുദ്ധ സമരസമിതി മാത്രമല്ല, കേരള സമൂഹം ഒന്നടങ്കം ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്നിട്ടും പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്ന സർക്കാരിന് വലിയ വില കൊടുക്കേണ്ടി വരും. നന്ദിഗ്രാമിൽ ഇതുപോലൊരു സമീപനം സ്വീകരിച്ചതിൻ്റെ ഫലമാണ് ഒരു MLA പോലും ഇല്ലാതെ ഇവിടുത്തെ ഭരണകക്ഷി അവിടെ ഒറ്റപ്പെട്ടു പോയത് എന്ന് ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. അത്തരമൊരു അവസ്ഥയിലേക്ക് കേരളത്തെ എത്തിക്കാതിരിക്കുവാൻ നിങ്ങൾക്ക് തലയിൽ ആളുതാമസമുണ്ടെങ്കിൽ അങ്ങനെ ചിന്തിക്കണമെന്ന് വിനീതമായി സമരസമിതി അഭ്യർത്ഥിക്കുകയാണ്.